ഇതിന്റെ അകത്തോടെ എല്ലാം മുളകുണ്ട്. ഈ കുതിരവാലി പ്രത്യേകത ഉള്ളുമുളകായിരിക്കും കൂടുതലുള്ളത്. ആദിവാസി മേഖലയിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത്. മേലുകാവ് മറ്റം ആ മലയുടെ മുകളിൽ എവിടെയോ ആദിവാസി കുടിയിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതൊക്കെ മൂത്ത മുളകളാണ്. ഇത് പറിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പറിക്കാം. വേറെ ഒരു കൊടിയേന്നും ഇങ്ങനെ നമുക്ക് മുളക് പറിക്കാൻ പറ്റും. ഇങ്ങനെ പറിച്ച് പെട്ടെന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം. നല്ലൊരു കുരുമുളക് തോട്ടമാണ്. 2000 കിലോ മുളകൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ കൂട്ടണ്ട, നമ്മളൊരു 1500 ഒക്കെ കൂട്ടിയാൽ മതി. 1.5 ടൺ മുളക്. ഇതാണ് കേട്ടോ നമ്മുടെ സർപ്പന്റേൻ രീതി വരുന്നത്. ഇതാ സർപ്പന്റേൻ രീതി ചെയ്ത നമ്മുടെ കുതിരവാലിക്ക് എന്താ കൂടുതലും പ്രത്യേകതകൾ വരുന്നത്? ഒന്നാമത്തെ കാര്യം ഇതിന്റെ ചൂട് മുതൽ കണ്ണി കുത്തി കയറിയിട്ടില്ല. ഇതല്ല എപ്പോഴും മുളക. ഈ സമയത്ത് മുളകുള്ള സമയമല്ല, ഇപ്പൊ കൊടി തിരിയുന്ന സമയമല്ലേ. അതെ. മുളക് മൂത്ത മുളക് പഴുത്ത മുളക് ഒക്കെ ഇതിനകത്തുണ്ട്. പെട്ടെന്ന് കായ്ക്കും. പെട്ടെന്ന് കായ്ക്കും. നമ്മൾ ഒരുമാതിരി നോക്കുന്നതൊക്കെ 1 വർഷം ആകുമ്പോൾ തന്നെ കൊടി തിരിയിടാൻ. ഇത് കണ്ടോ, ഇതിന്റെ ഇപ്പൊ പരിപാടി ഒരു കടുക് പരുവം ആകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ തിരിയുടെ നീളം കണ്ടു. എന്റെ കൈയും കഴിഞ്ഞിട്ട് വെളിയിൽ വന്നില്ലേ, കണ്ടോ? ഇത് ഇനി നീളും. ഇത്ര കൊല്ലം വരെ ഇത് നമുക്ക് നിൽക്കും. അങ്ങനെ ഒരു ആയുസ് ഇതിനുണ്ടോ? കൊടിക്ക് മാത്രം നമുക്ക് ഒരു ആയുസും പറയാൻ പറ്റില്ല. കേടില്ലാത്ത കൊടികളെ ഭൂമിയിലില്ല. 5, 6, 7 കിലോ ഒക്കെ കിട്ടുന്ന ഉണക്കമുളക് കിട്ടുന്ന കൊടികളുണ്ട്. ഞങ്ങൾ ചേട്ടന്മാര് 5 പേരുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്ക് ഒരു 10,000 കൊടിയെടുത്തോളം എല്ലാവരും കൂടെ ഉണ്ട്. കുതിരവാലി തന്നെയുണ്ട്. കുതിരവാലി തന്നെയാണ്. ഞാൻ ഈ കൊടുത്തയിൽ ഇപ്പൊ പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട്, ഇപ്പൊ തമിഴ്നാട് കൊടുക്കുന്നുണ്ട് നമ്മള്. അതുപോലെ തന്നെ കർണാടക കൊടുക്കുന്നുണ്ട്. ജൈവ കാലയില് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വളം മുഴുവനും ഈ മുരിക്ക് വലിച്ചുകൊണ്ട് പോകും, കൊടിക്ക് രക്ഷപ്പെടും. അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കൊടിത്തോട്ടം കിട്ടാൻ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അങ്ങനെ അതിന് മാത്രം പോകുന്നില്ലെന്നുള്ളതല്ലേ? പക്ഷെ അത് എനിക്കൊന്നും പറയാനില്ല. ആൾക്കാർ പോസ്റ്റേ ചെയ്യുന്നുണ്ട്, പൈപ്പേ ചെയ്യുന്നുണ്ട്. ഭയങ്കര ട്രെൻഡാ അതൊക്കെ. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഏതെങ്കിലും ജീവനുള്ള മരത്തിലിടുന്നു. അതിന്റെ കമ്പ് വരുമ്പം അത് വെട്ടി ചുവട്ടിലിടുന്നു, വളവാക്കുന്നു, അത് വലിച്ചെടുക്കുന്നു. അപ്പൊ ഇതിനുള്ളതൊക്കെ ഇത് കിട്ടിക്കും. അയ്യാന് ചെയ്തിട്ടുണ്ട്, നമ്മൾ മലവേപ്പ ചെയ്തിട്ടുണ്ട്, മുരിക്കായ ചെയ്തിട്ടുണ്ട്, വട്ട ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മരങ്ങളിൽ ഒരുമാതിരി കാണുന്ന മരത്തെല്ലാം കൊടിയിടുക എന്നൊരു സ്വഭാവം നമുക്കുള്ളത്. 45 കൊല്ലമായിട്ട് കുരുമുളക് കൃഷി ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇനി ഇപ്പൊ കുരുമുളകിന്റെ ഒരു സാധ്യത ചേട്ടൻ ഇപ്പൊ കാണുന്നത് എങ്ങനെയായി? എൻ്റെ പേര് തങ്കച്ചൻ പതിക്കാട്ടിൽ. ഞാൻ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി താഴെ 16 കണ്ട സ്ഥലത്താണ്. നമ്മൾ ചെയ്യുന്നത് കുരുമുളക് കൃഷിയാണ്. ഏതാണ്ട് 45 വർഷമായിട്ട് നമ്മൾ കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കൂടുതലായിട്ടും കുതിരവാലിയാണ്. ഏതാണ്ട് 15 വർഷമായിട്ട് നമ്മൾ കുതിരവാലിയാണ് ചെയ്യുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു കൊടിയാണ്. അത്യാവശ്യം മുളക് കിട്ടും, നമ്മൾ വിളവെടുക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് വളരും. നല്ലൊരു കുരുമുളക് തോട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. ഏതാണ്ട് 3000-ഓളം കൊടി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. ചേട്ടാ നമ്മളിതിപ്പം ഇവിടെ ചെയ്തേക്കുന്നത് ഇത് ഏത് എന്നാ നമ്മൾ ചെയ്തേക്കുന്നത്? ഇത് കുതിരവാലി. ഇത് മുഴുവൻ കുതിരവാലിയാണ്. മൊത്തം കുതിരവാലി. ഇത് എത്ര ഏക്കറിലാണ് ഇതാ? ഇതൊരു 1 ഏക്കർ സ്ഥലമുള്ളത്. 1 ഏക്കർ സ്ഥലമേ ഉള്ളൂ. നമ്മളപ്പോൾ എത്ര എണ്ണം ഇവിടെ നട്ടിട്ടുണ്ട്? ഇത് ഇവിടെ ഏകദേശം ഒരു 400-500 കൊടി എടുത്തും കാണും. 500 കൊടിയുണ്ട്. അപ്പം നമ്മളത് എന്നാകലത്തിലാണ് ചേട്ടൻ ഇവിടെ നിർത്തിയേക്കുന്നത്? ഇത് ചെയ്താക്കണ ശരിക്കും ഒരു 8 അടി അകലേ ഉള്ളൂ. ചെറുപടി അകലം ഉണ്ടെങ്കിൽ നല്ലതാണ്. 8 അടി പോരാ. 8 അടി പോരാ, കാരണം കൊടി ഇത്ര അടുപ്പായിട്ടുണ്ടല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഒരു കാര്യമുണ്ട്. ഇതിപ്പോ ഏതാണ്ട് ഒരു 12 വർഷമായ കൊടികളായത്. 12 വർഷമായി ഈ കൊടികളുടെ പ്രായം. അപ്പം 12 വർഷമായപ്പോൾ ഇത്രയും കയറി വന്നു. അപ്പൊ ഇതിപ്പോ ഇനിയിപ്പോ കയറാൻ സ്ഥലമില്ല. ഈ കയറാൻ മരം തീർന്നല്ലോ. ഈ കൊടിയൊക്കെ മിള്ളേക്ക് നോക്കിയാണ്ട് കാണാൻ പറ്റും. ഇതിലേക്ക് തലക്കത്ത് എല്ലാം തലക്കത്ത് എത്തിയല്ലോ. ചേട്ടൻ ഇപ്പൊ വെക്കാൻ പറയുവാണെങ്കിൽ നമ്മൾ എത്ര അടി അകലത്തിലാണ് വെക്കാൻ? നമ്മളത് ഏറ്റവും നല്ലത് ഒരു 8-9 ഒക്കെ പറയും. 8-9 അടി അകലൊക്കെ വെച്ചാൽ നല്ലതാ. ഇച്ചിരി വയസ്സഞ്ചാരം കിട്ടും. ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി മുളകിൽ ഇച്ചിരി ദൃഢതയൊക്കെ കിട്ടും. കാരണം വെയിലൊക്കെ ഉള്ള വെട്ടമടിക്കുമല്ലോ. ഇച്ചിരി മെച്ചപ്പെടും. അപ്പൊ കാഫലം കൂടുതൽ കിട്ടുമായിരിക്കും. അതാ കാഫലം കൂടുതലല്ല, മുളക് ഇച്ചിരി ക്വാളിറ്റി നന്നാവും. ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അപ്പം ഒരു 8 അടി അല്ലെങ്കിൽ 10 അടിക്ക് വെക്കുമ്പോഴത്തേനും നമുക്ക് ഏകദേശം അതിന്റെ പൊക്കം എന്തേലും പൊക്കത്തിലായിരിക്കും വേണ്ടി വരുന്നത്? 10 അടിയൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ഈ കൊടിയല്ല ഏകദേശം ഒരു 18 അടി പൊക്കമുള്ള കൊടികളാണ്. എല്ലാം ഏകദേശം ഒരു 18 അടി വരുന്നത്. ആവറേജ് വരുമ്പോൾ ഒരു 18 അടി അത് 20 അടി 25 അടിയൊക്കെ ഈ കൊടിയുടെയൊക്കെ തലക്കം കണ്ടില്ലേ? ഇത് കണ്ടോ? ഇതിന്റെ തലക്കം കണ്ടോ? ഇതെല്ലാം ശരാശരി 18 അടി വരുന്നല്ലേ? 18 അടി ആവറേജ് ഒരു 18 അടി പൊക്കം വരും. ഇതുപോലെ തന്നെ എല്ലാത്തിലും തിരിയും പിടിക്കുന്നുണ്ട്. ഈ കുതിരവാലിക്ക് എങ്ങനെയാ ഷെയ്ഡ് വേണ്ട ഒരു കൊടിയാണോ ഇത് കുതിരവാലി? ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡ് ഉണ്ടെങ്കിലും കായ്ക്കും. ഷെയ്ഡുള്ളത് ഞാൻ പറഞ്ഞില്ല, മുളകിന്റെ വ്യത്യാസങ്ങൾ നല്ല വെയിലത്ത് നീക്കി വെച്ചിട്ട് തൂക്കത്തെ മുളക് കിട്ടും. നേരെ മറിച്ച് നമ്മളെ ഈ ഷെയ്ഡ് കൂടുതലുണ്ടെങ്കിൽ മുളക് കായ്ക്കുകയൊക്കെ ചെയ്യും. ഈ തൂക്കത്തെ വേരിയേഷൻ, തൂക്കത്തെ കുറവ് വരുന്നുണ്ട്. അത് വെച്ചാൽ വെയിൽ അടിക്കാത്ത ഒരു കുഴപ്പം. അത് എന്നാ
ഒത്തിരി വെയിലിട്ട് വേണ്ടാതെ ചെറിയൊരു ഷെയ്ഡ് ഉള്ളതാണ് ഈ കൊടിക്ക്. ഒത്തിരി ഷെയ്ഡല്ല, ചെറിയൊരു ഷെയ്ഡുള്ള നല്ലതാണ്. വേനൽക്കാലത്തൊക്കെ കിട്ടുന്നത്. ഇത് നമ്മൾ കുറ്റിക്കുരുമുളകാണ്. ഇത് നമ്മൾ കുതിരവാലിയുടെ കുറ്റിക്കുരുമുളക്. കുതിരവാലി ഇതിപ്പം എല്ലാ സമയത്തും നമുക്ക് കായത്തെ കാണാം. ഈ കുറ്റിക്കുരുമുളക് ഒരു പ്രത്യേകത, എല്ലാ കൊടിയും കായ്ക്കും എല്ലാ സമയത്തും. ഇതുണ്ട്. ഇപ്പൊ എല്ലാ സമയം കായ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ മുളകുള്ള നമുക്കിപ്പം ഇത് കണ്ടോ. ഇതിന്റെ അകത്തോടെ എല്ലാം മുളകുണ്ട്. ഈ കുതിരവാലി പ്രത്യേകത ഉള്ളുമുളകായിരിക്കും കൂടുതലുള്ളത്. ഇത് കണ്ടോ, ഇതിന് ഉള്ളിലേക്ക് ഇതിൽ കണ്ടോ. ഇതെല്ലാം അടിക്കൂടെ എല്ലാം നിറച്ച മുളകുണ്ട്. ഈ തിരിയൊക്കെ നല്ല നീളത്തിലുള്ള ഇതുണ്ടോ, നല്ല നീളത്തിലുള്ള തിരികളും ഉണ്ട്. ഇങ്ങനെ ഉണ്ടാവും. കുറ്റിക്കുരുമുളകായിട്ട് വെക്കാൻ ഏറ്റവും നല്ലൊരു ഇനം. നല്ലൊരു ഇനമാണ്. ഇത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നുണ്ട്. ഇത് കാണാൻ നമുക്ക് പിന്നെ ഒരു നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ആദായം കിട്ടും. നമുക്ക് നഴ്സറിയൊക്കെ ആൾക്കാർക്ക് മുളക് കാണിക്കാൻ ഏത് സമയത്തും കാണിക്കാലും ഇത്ര നീളമുള്ളതുണ്ട്. അപ്പൊ നമ്മൾ ഈ മറ്റേ കേറുതല പോലെയല്ല, ഇതിന്റെ അത് ഏത് സമയത്ത് മുളകാണ്. ഇതല്ല എപ്പോഴും മുളകാ. ഈ സമയത്ത് മുളകുള്ള സമയമല്ല, ഇപ്പൊ കൊടി തിരിയുന്ന സമയമല്ലേ. മുളക്, മൂത്ത മുളക്, പഴുത്ത മുളക് ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഈ മുളകിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ഇതിനകത്തൊക്കെ മുളക് മൂത്ത് കിടക്കുന്നുണ്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ മൂത്ത മുളകളാ. ഇത് പറിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് കണ്ടോ, ഇങ്ങനെ പറിക്കാം. കണ്ടോ, ഇതൊക്കെ മൂത്ത് കിടക്കുന്ന മുളക്. വേറെ ഒരു കൊടിയേന്നും ഇങ്ങനെ നമുക്ക് മുളക് പറിക്കാൻ പറ്റും. ഇങ്ങനെ പറിച്ചെടുക്കാം. പെട്ടെന്ന് നമുക്ക് മുളക് പറിച്ചെടുക്കാം. അല്ലാത്ത പറിച്ചെടുത്താൽ അതിന്റെ കണ്ണി കൂടെ ഉൾപ്പെടെ നിങ്ങളൊരു കണ്ണിയിലും പറഞ്ഞില്ലല്ലോ. ഇല്ല. അതാണ് അതിന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞതിന്റെ പറിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പമുണ്ട്. ചേട്ടാ, ഇത് നമ്മൾ സർപ്പിന്റെ മേതയിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. അതെ. ഇത് കുതിരവാലി നമ്മുടെ സർപ്പിന്റെ മേതിൽ കട്ട് ചെയ്ത് തൈ മുളയ്ക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് ആ ഒരു സെറ്റ് മുളയ്ക്ക് ഇത് മുളച്ച് വന്നേക്കുന്ന. ഇതിപ്പോ എത്ര നാളും കൂടെ കൊടുക്കാറാവും? ഇത് ഇനി നമ്മൾ ഒരു 1.5 മാസമായി തൈ എടുത്ത് കൊടുക്കാൻ പറ്റും. മുള എല്ലാത്തിനും മുള വന്നു കഴിഞ്ഞു. മുള വന്നാ എല്ലാം മുള. ഓരോ മുട്ടിനും മുള വന്നു കഴിഞ്ഞു. ഈ കുതിരവാലിക്കും മറ്റേ ഈ തണ്ട് കുത്തിയതിന് ഒരേ റേറ്റ് തന്നെയാണോ? റേറ്റ് അല്ല കുത്തുന്നതിന് ഒരേ റേറ്റ് തന്നെയാ. ഇതിപ്പോ എത്ര എണ്ണം? ഇത് നമ്മൾ 2-3 എണ്ണം കുത്തുന്നുണ്ട്. നമ്മൾ ഓർമ്മയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുത്തുന്നത്. 3 എണ്ണമെങ്കിലും വെക്കും. അപ്പൊ 1-2 പിടിച്ചു കിട്ടും അല്ലേ? 1-2 പിടിച്ചു കിട്ടും. ഇവിടെ നമ്മൾ ഈ 2 രീതിയിലാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. നമ്മൾ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് സർപ്പന്റ് രീതിയിലും ഒന്ന് വള്ളി കണ്ടിച്ച് കുത്തുന്നു കൊടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സർപ്പന്റ് രീതി വരുന്നത്. ഇതാ സർപ്പന്റ് രീതി. ഇതിപ്പോൾ നമുക്ക് എത്ര കൂടാകുമ്പോൾ നമ്മൾ ഒന്ന് മുറിച്ചെടുക്കുന്നത്? ഞാൻ സാധാരണ നമ്മൾ മുറിക്കുന്ന ഒരു 10-15 കൂട് ആയി കഴിയുമ്പോൾ നമ്മൾ പുറകിൽ 3-4 മുറിച്ചെടുക്കും. ബാക്കി നിർത്തും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ മുറിച്ച് വെച്ചാൽ നമുക്ക് എത്ര ദിവസം കൊണ്ട് നമുക്ക് തൈ ആക്കി ചേട്ടൻ എടുക്കുന്നുണ്ട്? ഏകദേശം നമ്മൾ 2 മാസവും തൈ വയ്ക്കുമ്പോഴേക്കും ആകുന്നുണ്ട്. തൈ കട്ട് ചെയ്ത് വെച്ച് മുളച്ച് വരും. 2 മാസം കഴിയുമ്പോൾ ആൾക്കാർ തന്നെ ഇപ്പോൾ 15-40 ദിവസമൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ തൈ കൊണ്ടുപോകാം. ഇച്ചിരി നീണ്ട് മൂക്കട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നില്ല തൈ. അങ്ങനെ ആൾക്കാർ കൊണ്ടുപോകാം. എന്തുമാത്രം പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ? ഇത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ട്. ആൾക്കാർക്ക് തികയുന്നില്ല നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. നമ്മള് ഈ കേരളത്തില് തമിഴ്നാട്, കർണാടക നമ്മൾ തൈ കൊടുക്കുന്നത്. ചേട്ടൻ ഇപ്പൊ ഇതിപ്പോ വെച്ചേക്കുന്ന ഫുള്ള് മുരിക്കലാണോ? ഇത് മൊത്തം മുരിക്കല വെച്ചേക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞേക്കുന്നത് ഒത്തിരി പേര് നമുക്ക് മുരിക്ക അടിയെ വിട്ടു പോകുന്ന അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ചേട്ടൻ അങ്ങനെ അനുഭവം ഉണ്ടോ? ഇത് കണ്ടോ, ഒരു മുരിക്ക് കടായി. അപ്പോ ഇത് മുരിക്ക് പോയല്ലോ. അപ്പൊ ചേട്ടൻ ഇനിയിപ്പോ എന്നാ ചെയ്യുന്നത്? ഇത് നമ്മൾ വേറെ മുരിക്ക് ഇട്ട് കൊടുക്കും. വേറെ മുരിക്ക് കൂടെ സെപ്പറേറ്റ് ഒരു കാലം ഇത് കൂട്ടി കെട്ടി നിർത്തും. ഇതിപ്പോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാറായി. അങ്ങനത്തെ പ്രശ്നമുള്ളൂ. ഒത്തിരി ഒന്നും പോയിട്ടില്ല ഇവിടെ. അവിടെ അങ്ങനെ അത് എന്നാണെങ്കിലും കുറേ മുരിക്ക് പോകും. ആണ്ടുകാലം നമ്മൾ അങ്ങനെ ഒരു 10-15 മുരിക്കൾ മാറാം. ഈ മുരിക്കാൻ സാധനം നമ്മൾ പയ്യാനി പോലെയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇട്ടാൽ നമ്മൾ പയ്യാനി ചെയ്തിട്ടുണ്ട്. പയ്യാനി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ റിസൾട്ട്? പയ്യാനി ചെയ്തിട്ടുണ്ട്, നമ്മൾ മലവേപ്പ ചെയ്തിട്ടുണ്ട്, മുരിക്ക ചെയ്തിട്ടുണ്ട്, വട്ട ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി മരങ്ങളിൽ ഒരുമാതിരി കാണുന്ന മരത്തെല്ലാം കൊടി ഇടാന്ന് ഒരു സ്വഭാവം നമുക്കുള്ളത്. ഇന്ന കാലത്തൊന്നും എല്ലാ മരത്തിലും കൊടി കയറും. നമ്മുടെ പയ്യാനി ഇട്ടത് അങ്ങനെയുണ്ട്. പയ്യാനി ഇട്ടത് കുഴപ്പമില്ല. അത്യാവശ്യം പയ്യാനി ഇടുമ്പോൾ ശാല അകത്തി ഇടണമെന്ന് മാത്രം. പയ്യാനി കൊടി പയ്യാനി അകത്തിയിടണം. എത്ര അടി അകത്തിയിടണം? ഒരു 1.5 അടിയൊക്കെ അകത്തിയിടണം. നല്ലതാണ്. അതിനകത്ത് പയ്യാനിയുടെ ചുവടുള്ള വേരും ഇതിന്റെ ചുവടുള്ള വണ്ണവും അവർ ഈ കൊടി നമ്മൾ ചേർത്തിട്ട് കഴിഞ്ഞാൽ അത് കൊടിക്ക് ബുദ്ധിമുട്ടാകും. മറ്റേ അതെന്ന് വെച്ചാൽ മരം വേഗം വണ്ണിക്കും. മനസ്സിലായോ? വണ്ണിച്ചാൽ അന്ന് അത് കൊടിക്ക് പ്രശ്നമാണ്. അതൊക്കെ പ്രശ്നമാണ്. വേരിന്റെ പ്രശ്നവും കൊടിയെ പെട്ടെന്ന് കൊടി അങ്ങ് തിക്കിക്കളയും. അങ്ങനെ ചെയ്യരുത്. ശകല അകത്തിയിടുക. ഈ 12 വർഷമായ കൊടി എന്ന് ശരാശരി ചേട്ടൻ ഇപ്പോൾ ഒരു 18 അടി പൊക്കത്തിൽ എത്തിയിട്ടുണ്ടെന്നല്ലേ നമ്മൾ പറയുന്നത്? ആവറേജ് 18 അടി പൊക്കം ഉണ്ട്. ആവറേജ് നോക്കും. ഈ 18 അടി പൊക്കമുള്ള ഈ കൊടിയൻ ചേട്ടൻ അപ്പോൾ എന്ത് വരുമാനം, എത്ര കിലോ നമുക്ക് ഇത്തന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ചേട്ടന്? നമ്മൾ ആവറേജ് ഒരു 4.5 കിലോ 5 കിലോ മുളക്, 5, 6, 7 കിലോ ഒക്കെ കിട്ടുന്ന ഉണക്കമുളക് കിട്ടുന്ന കൊടികളുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കണക്ക് കൂട്ടിയാൽ ആവറേജ് ഒരു 5 കിലോ 4 കിലോ കൂട്ടിയാൽ മതി. അങ്ങനെ ഒരു തൂക്കം അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏക്കറിൽ നിന്ന് കിട്ടിയ ഒരു ഇത്ര കിലോ കിട്ടിയെന്ന് അങ്ങനെ ഒരു തൂക്കം നോക്കിയിട്ടുണ്ടോന്നേ? നമ്മളങ്ങനെ ഒരു ഏക്കറിൽ നിന്ന് അങ്ങനെ നോക്കാം. നമ്മൾ
മൊത്തം മുളകും കൂടെ പറിക്കുന്നു, മെതിക്കുന്നു നമ്മൾ മൊത്തം മുളക് നമ്മൾ അത് നമുക്കറിയാം. എന്നാലും ശരാശരി നമുക്കൊരു 5 കിലോ വെച്ച് ഒരു 4.5 കിലോ 5 കിലോ വെച്ച് നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടാം, കിട്ടുന്നുണ്ട്. അത് എല്ലാ കൊല്ലം ഒരുപോലെ തന്നെ നമുക്ക് ചില വർഷങ്ങളിൽ വേരിയേഷൻ വരാറുണ്ട്. എന്ന് വെച്ചാൽ മെയിനായിട്ടും കുരുമുളക് കൃഷിക്ക് ഒന്നും ശ്രദ്ധിക്കാനുള്ളത് എന്നാ നല്ല കൊടിയാണെന്ന് കാലാവസ്ഥ ഒരു മെയിൻ കേസാണ്. കാലാവസ്ഥ മോശമായി കഴിഞ്ഞാൽ ഇപ്പം ഉൽപ്പാദനത്തിൽ അത് കാണിക്കും. ഈ പ്രാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ്. കഴിഞ്ഞ വർഷം ഇതിൽ കൊടി തോട്ടത്തിൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ കായുണ്ട്. മറ്റേ വേറെ നമുക്ക് 2 സ്ഥലത്ത് കൊടിയുണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ വേരിയേഷൻ കണ്ടായിരുന്നു. അത് വെച്ചാൽ ഓരോ പ്രദേശത്ത് ഈ മണ്ണിന്റെ തണുപ്പിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം കഴിഞ്ഞ കൊല്ലം ഭയങ്കരമായിട്ട് മഴയായിരുന്നു. വേനൽക്കൊക്കെ മുളക് പറയുന്ന സമയത്തൊക്കെ മഴയായിരുന്നു. അപ്പൊ അവിടെ കൊടി കൂടുതലും തിരി ശാലം കുറവായിരുന്നു. ഈ വർഷം നല്ല ചൂടുണ്ടായിരുന്നു. അത് ചൂടുള്ളതുകൊണ്ട് തന്നെ നല്ല കാപിടുത്തമുണ്ട്. ഇത്ര കൊല്ലം വരെ ഇത് നമുക്ക് നിൽക്കും, അങ്ങനെ ഒരു ആയുസ് ഇതിനുണ്ടോ? കൊടിക്ക് മാത്രം നമുക്ക് ഒരു ആയുസും പറയാൻ പറ്റില്ല. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ കൊടി 15 വർഷം നിൽക്കുന്നു, 30 കൊല്ലം നിൽക്കുന്ന ആൾ. പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നു. നമ്മുടെ സമയത്തിന് തന്നെ ഉണ്ട്, അത്ര ഞാൻ കണക്കൂട്ടുന്നു. നമ്മുടെ സമയം പോലെ ഇരിക്കുന്ന കണക്കൂട്ടാൻ പറ്റും. കൊടിയൊക്കെ പെട്ടെന്ന് മതിയായ ഭയങ്കര ഒരു മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാലേ ഈ കുരുമുളക് പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ ശാലം പാടാം. അതുപോലെ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. കേടില്ലാത്ത കൊടികളെ ഭൂമിയിലില്ല. നമ്മൾ ഇത് ഒരു കേടില്ലാത്ത നമ്മൾ ഇഷ്ടം പോലെ കൊടുത്തേക്കൊക്കെ വിൽക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മുരുകൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു വർഷം. ഞാൻ കേടില്ലെന്ന് ഞാൻ ആർക്കും കൊടുക്കില്ല, കാരണം അത് പറയാൻ പറ്റിയല്ലോ. കേട് വരാൻ സാധ്യതയുണ്ട്. കേട് വരാൻ സാധ്യത കുരുമുളകല്ലേ, അപ്പൊ അത് ചിലപ്പോൾ കേട് വരാം. അപ്പൊ നമ്മളതിന്റെ പ്രതിവിധി എന്നാ നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് ചെയ്യാനുള്ളത്. ചേട്ടൻ എന്നാ അപ്പം ഇതിപ്പം ആ കേടിനൊരു പ്രതിവിധിയായിട്ട് ചേട്ടൻ എന്നാ ചെയ്യുന്നത്? അപ്പം നമ്മളിപ്പോ ഈ കൂടുതൽ കുമ്മിൾ രോഗങ്ങൾ വന്നാൽ കൂടി പോകുന്നത്, അല്ലാണ്ടൊരു പോക്ക് അങ്ങനെ കാര്യമായിട്ട്. കുമ്മിൾ രോഗം എന്ന് വെച്ചപ്പോൾ വരുമ്പോൾ വേരിന് കേട്, അല്ലെങ്കിൽ ഇങ്ങനെ വേരെന്നാണ് എല്ലാ കുടിക്കുന്ന കേട് തുടങ്ങുന്നത്. നമ്മള് ഈ COC ഉള്ള മരുന്നുകൾ ഒക്കെ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചാൽ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. അതെങ്ങനെ എത്ര പ്രാവശ്യം അങ്ങനെ ഒഴിയും കാര്യങ്ങളും മരുന്നടി എങ്ങനെയാണ് വരുന്നത്? ഇപ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഒഴിച്ചു. അതെങ്ങനെ ഏറ്റവും ആദ്യം ഒഴിക്കും? മഴയ്ക്ക് മുമ്പ് ഒഴിക്കും? അത് മഴ തുടക്കത്തിൽ തന്നെ. പിന്നെ കുമ്മായം നമ്മൾ തൂളി കൊടുക്കണം. പിന്നെ നമ്മൾ ഈ കൊടിക്ക് ചെയ്യാനുള്ള നമ്മൾ ഫോളിയാർ വളങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ചുട്ടിപ്പോൾ ഇട്ടേക്കുന്നത് ഇതെല്ലാം കോഴിക്കാഷ്ടം ഇട്ടേക്കുന്നത്. ഇട്ടിട്ട് അതിൽ അലത്ത് തീർന്നു. മഴ തുടക്കത്തിൽ തന്നെ ഒരു ചെടിക്ക് എന്തേരം കോഴിക്കാഷ്ടം ചേട്ടാ കൊടുക്കുന്നത്? എന്തേരം അളവൻ്റെ എങ്ങനെ? നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഈ കൊടിക്കൊക്കെ ഒരു 2 കിലോ അത്രേ 2 കിലോയെ കൊടുക്കുള്ളൂ. അത്ര കൊടുക്കും. അങ്ങനെ കൊടുക്കുമല്ല, ഇത് തോട്ടമായി കഴിയുമ്പോൾ നമ്മൾ മൊത്തം അതിന്റെ ചുവട്ടി കൊണ്ട് കൊടുക്കുമല്ല, മൊത്തത്തിൽ പറമ്പിക്കാൻ തൂളി വിടുക. അങ്ങനെ തൂളിട്ടാക്കുന്നുണ്ട്. ഇങ്ങനെ തൂളിതെല്ലാം അലത്ത് പറമ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ തൂളുക. ഇത്ര അടുപ്പമുണ്ടല്ലോ കൊടി തമ്മിൽ. ഇത് കൊടിയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കൊടിയുടെ പേര് ചൂട്ടിക്കൊണ്ടിരണം നിർബന്ധം. ഇതിലെല്ലാം കൊടിയുടെ വേറുള്ളതാണ്. അല്ലാണ്ട് ചൂട്ടിക്കൊണ്ടേ അങ്ങനെ തണ്ട് മുട്ടിച്ചൊന്നും ഒരു കാരണത്തിൽ ഒരു വളവും ഇടരുത്. അപ്പൊ നമ്മൾ ഇത് തോട്ടം ഫുള്ളായിട്ട് ഇട്ട് വിടുക ചെയ്യുന്നത്? ഫുള്ളായിട്ട് അങ്ങ് വെതറി വിടുക. അതിങ്ങനെ കൊടി തോട്ടമായിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടെ കൊടി വേണമെങ്കിൽ നമ്മളെ കൊടിയുടെ പരിസരം നോക്കി അങ്ങനെ ഇട്ട് കൊടുക്കുക. കോഴിവളം ചെയ്യും. പിന്നെ എന്ത് വളം നമ്മൾ ചെയ്യുന്നത്? കോഴിവളം ചെയ്യും. പിന്നെ നമ്മൾ വേപ്പം പിണ്ണാക്ക് ഉള്ളി കൊടുക്കാറുണ്ട്. അത് ഈ പ്രാവശ്യം ഇട്ടിട്ടില്ല, ഇടണം. പിന്നെ നമ്മൾ രാസവളങ്ങളും ചെയ്യാം. ഈ ആരാ കോംപ്ലക്സ് ഇല്ലേ, 12, 11, 18 അതൊക്കെ മണ്ണിലിടാൻ നല്ല. കൊടിയുടെ ഇല മുട്ടിക്കിടന്നാലും തണ്ട മുട്ടിക്കിടന്നാലും ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഫോളിയാർ വളങ്ങൾ 19, 19 ഒക്കെ ആദ്യം മഴ തുടങ്ങുമ്പോൾ നമ്മൾ അടിച്ചു കൊടുത്താൽ. ഈ പ്രാവശ്യം അടിച്ചു കൊടുത്താൽ? ഈ പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അത് ഈ പോളിയർ നമ്മൾ വർഷത്തിൽ എത്ര പ്രാവശ്യം അടിച്ചു കൊടുക്കുന്നുണ്ട്? വർഷത്തിൽ ഒരു 3-4 പ്രാവശ്യമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യുന്ന ഇപ്പം നമ്മൾ ഈ കൊടിയേൽ ഒന്നും അടിക്കുകയല്ല. ഇനിയിപ്പോൾ അടിച്ചിട്ട് കാര്യം ഇപ്പോൾ ഈ മുളകൊക്കെ മതി. ഇനി നമ്മൾ കൂടുതൽ അടിച്ച് തളിപ്പിച്ച് ഇപ്പോൾ ഇത്രയും അപ്പോൾ ഫോളിയർ വളം അടിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ കൊടിയിലപ്പോൾ ഇത് ഇത്രയും തിരി ഓരോ സ്ഥലത്തിൽ ഇട്ടിട്ടില്ല, അതുപോലെ തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിന് കൂടുതൽ ഒരു തിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ആവശ്യമില്ല, കാരണം ഇതൊക്കെ മതി. കാരണം ആവറേജ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു 4 കിലോയ്ക്ക് 5 കിലോയ്ക്ക് ഇടയ്ക്ക് ഈ മുളക് കൊടിയൊക്കെ കിട്ടും. അതിനുള്ള തിരി പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ കുറച്ച് തിരി ഇനിയും തിരി വീഴുന്നുണ്ടല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ടും അത് വീഴാനുള്ളത് ഇടും. അത് മതി. അപ്പോൾ ഈ ഫോളിയർ വളം ചെയ്താൽ നമ്മൾ പിന്നെയും ഇത് തളുത്ത് വരുവാണ് ചെയ്യുന്നത്? ഫോളിയാർ വളം ഈ 19 കൊടുക്കുമ്പോൾ കൊടി ഒന്ന് തളുക്കുക ചെയ്യുന്നത്. ആ തിളക്കുന്ന വെച്ചാൽ പുതുമഴ ചെയ്യുമ്പോൾ ഇത് കഴിച്ചാൽ കൊടി തിളക്കുന്ന ഒരു പ്രവണത കാണുമ്പോൾ നമ്മളങ്ങ് കൊടുത്തു കഴിയുമ്പോൾ ശാലം കൂടെ ഒരു പെട്ടെന്നൊരു ബൂസ്റ്റിങ് കിട്ടും. അതാ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ചോട്ടിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിപ്പം ഈ ജൈവവളം കിട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വളം എടുക്കുന്നില്ല. ജൈവവളം ഇപ്പോൾ കോഴിവളം ഇട്ടുന്നത് അന്ന് എടുക്കുന്നത്. നമ്മൾ രാസവളങ്ങൾ ഇടുവാണെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള വളങ്ങളാകുമ്പോൾ അത് ശരിക്കും അയോണീകരിച്ച് വരുന്ന വളമാണ്. അത് നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഒരു കൊടി വാടി നിൽക്കുവാണെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു 2-3 മണിക്കൂർ വാട്ടം മാറുന്നുണ്ട്. അതേപോലെ തന്നെ ഈ രാസവളം എല്ലാം വെള്ളമായാൽ മാറുന്നത്. അപ്പോൾ നമ്മൾ മണ്ണിലിട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ആഗീരണം ചെയ്യും. വേരുകൾ വലിച്ചെടുക്കും. അതാ രാസവളത്തിന്റെ പ്രത്യേകത. നമ്മൾ കേട്ടിട്ടുണ്ട് കൊടിക്ക് രാസവളം ചെയ്ത് കഴിഞ്ഞാൽ കൊടി പെട്ടെന്ന് തന്നെ നശിച്ചു. ഒരിക്കലും രാസവളം ചെയ്യരുത്, ജൈവവളത്തിൽ തന്നെ ചെയ്യണമെങ്കിൽ 12 കൊല്ലമായ കൊടി ഇപ്പോൾ പറമ്പിൽ കാണുന്നില്ല. ഈ 12 കൊല്ലം ഈ 12 വർഷം കൊടിയാണല്ലോ ഇതിനകത്ത്. അങ്ങനെ കൊടിയെ നിങ്ങൾ ഇവിടെ പോയത് കണ്ടോ? അവിടെ ഇല്ല, പോയിട്ടില്ല.
എന്നാൽ പോയിട്ടില്ല പറഞ്ഞാൽ അങ്ങനത്തെ 1-2 കൊടികളൊക്കെ പോകും. അത് കൊടുത്തോട്ടമാണ്. അവിടെ ഇവിടെ ചിലപ്പോൾ കാറ്റ് പിടിച്ച് കഴിയുക, അല്ലാതെ പിന്നെ എന്തെങ്കിലും കാണിച്ചൊക്കെ ചിലപ്പോൾ കൊടികൾ പോകും. എല്ലാ സാധനത്തും നഷ്ടവും നാശങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ഇതുവരെ അങ്ങനെ രാസമുള്ളിട്ടുണ്ട്, ഇതുവരെ എന്റെ പോയിട്ടില്ല. നമ്മൾ ആ പിന്നെ ഇത് ചെയ്യുന്നത് ചുമ്മാ കണ്ടാണ് വലം വാരിച്ച് ഉള്ളിലേക്ക് ഇടുവല്ല. ഇതിനൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ കൊടുക്കുക അവരെ കൊടുക്കുമ്പോൾ ഒരു തൂക്കെന്ന് പറയാൻ നമ്മൾ ഒരു കൈക്കകത്ത് ഒരു കൈ വളം വാരിട്ട് ഇങ്ങനെ ഒറ്റ തൂടി. എന്ത് വളമായിരിക്കും ഞാൻ പറഞ്ഞില്ലേ യാരയുടെ കോംപ്ലക്സ് ആയിട്ട് അങ്ങനത്തെ വളങ്ങളെ ഞാൻ ചെയ്യണം. അതൊന്നും വലിയ കുഴപ്പമില്ലാത്തൊരു വളമാണ് യാര കോംപ്ലക്സ്. എല്ലാവരോടും പറയാറ് യാര കോംപ്ലക്സ് കുടിക്കുന്നത് 12-11-18 മണ്ണിലിടാൻ നല്ലൊരു വളമാണ്. അതുപോലെ ജൈവവളങ്ങളോ ചാണകപ്പൊടി ഞാനിവിടെ ഇടാറില്ല. ചാണകപ്പൊടി നമുക്ക് കിട്ടാറുമില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാ വർഷവും കുറച്ച് ഈ കോഴിവളം കുറച്ച് ഇട്ട് കൊടുക്കും. മുട്ടക്കോഴിയുടെ വളം. അല്ലാണ്ട് മറ്റേ ഈ നമ്മുടെ ഇവിടെ നിന്ന് എടുക്കുന്നതല്ല, നാമക്കല്ലിൽ നിന്ന് കയറ്റിക്കൊണ്ട് ഇവിടെ കൊണ്ടുതരുന്നത്. അതെടുക്കും. അത് മുട്ടക്കോഴിയാണ്. അത് നല്ല പൊടിയായിട്ട് വരുന്ന പൗഡർ പോലെ സാധനം. അത് നിങ്ങൾ പറപ്പിച്ചു. അത് നല്ലൊരു വളമാണ്. നമ്മുടെ കുതിരവാലിക്ക് എന്താ കൂടുതൽ പ്രത്യേകതകൾ വരുന്നത്? ഒന്നാമത്തെ കാര്യം ഇതിന്റെ ചൂട് മുതൽ കണ്ണി കുത്തി കയറിയിട്ടില്ല. ചൂട് മുതൽ ഇത് കുടിക്കൊക്കെ കണ്ണിയുണ്ട്. മണ്ണുമുട്ടി മുളക് കഴിക്കണ്ടേ. അതേപോലെ തന്നെ ഇതിന് മുളക് തിരിക്ക് നമ്മൾ പറിച്ചെടുക്കാൻ ഭയങ്കര എളുപ്പം. നമ്മളിങ്ങനെ കൂട്ടിപ്പിടിച്ച് മുളക് മൂത്ത് കഴിഞ്ഞാൽ കൂട്ടിപ്പിടിച്ച ഒരു വർക്കിൽ ഒരു 10-15-20 മുളക് നമുക്ക് ഒരു സമയത്ത് ചിലപ്പോൾ കിട്ടും. ഒരു വരക്കില്ല. അത് ആർക്കും പറിച്ചെടുക്കാം. പെട്ടെന്ന് പറിക്കാം. നിങ്ങൾക്ക് നുള്ളി പറിക്കേണ്ട കാര്യം. ഈ തിരിയെല്ലാം പിടിച്ച് നമ്മളിങ്ങനെ നുള്ളി പറിക്കേണ്ട കാര്യം. ഇങ്ങനെ വലിച്ചു പറിക്കാം. ഈ തിരികളെല്ലാം പിടിച്ച് നമുക്ക് വലിച്ചു പറിച്ചെടുക്കാം. അത്ര എളുപ്പമാണ് പറിക്കാൻ. എളുപ്പമാണ് ഇതിന്റെ വിളവെടുക്കാനായിട്ട്. പിന്നെ പെട്ടെന്ന് കായ്ക്കും. നമ്മൾ ഒരുമാതിരി നോക്കുന്ന ഒരു വർഷം ആകുമ്പോൾ തന്നെ കൊടി തിരിയിടാൻ. പിന്നെ എന്തോരം കയറ്റം ഉണ്ടെങ്കിലും നമ്മൾ താങ്ങുകാലിന്റെ ഹൈറ്റ് എന്തോരം ഉണ്ടോ അതനുസരിച്ച് കൊടി കയറും. ഇപ്പൊ ഇതെല്ലാം മരത്തിന് താങ്ങുകാലിന്റെ ഇപ്പൊ ഏത് പ്ലാവ്, ആഞ്ഞിലി, ഇത് മുരുക്ക്, ഇതിന്റെയൊക്കെ നമ്മൾ തലക്കത്തേക്ക് നോക്കി ഏറ്റവും ടോപ്പ് വരെ തന്നിട്ടുണ്ട്. ഇങ്ങനെ ചോട്ടിൽ ഇങ്ങനെ കട്ടക്കൊടി നിൽക്കും, അല്ലാണ്ട് കൊടി മുകളിലേക്ക് വലിച്ച് കയറുക. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ന്യായ ഒരു പൊക്കമുണ്ട്. അത്യാവശ്യം ഒരു ഏണി വെച്ച് കയറി പറിക്കാവുന്ന ഒരു ഇതാണ് പൊക്കമുണ്ട്. ആഞ്ഞിലിയിലൊക്കെ തലക്കത്തേക്ക് നോക്കി. ആഞ്ഞിലിയെ തലക്ക് ഏറെ എന്തായാലും എന്തോ ഒരു ഹൈറ്റ് ഉണ്ടോ ഇതുണ്ടോ അതെന്റെ തലക്കത്ത് വരെ കയറി. അതുപോലെ തന്നെ പ്ലാവേല് ഇതത് കണ്ടോ, ഇതേ മരത്തിലൊക്കെ പ്ലാവ് തലക്കാൻ തീർന്നിട്ട് അപ്പുറം കണ്ടോ ഓടി പോയിരിക്കുന്നത്. അതിന്റെ ഹൈറ്റ് എന്ന് പറയാം എത്ര അടി, ഒരു 40 അടി ഹൈറ്റ് വരികയില്ല. എന്തേരം ഹൈറ്റ് ഉണ്ടോ അതോളം കയറും. അതൊക്കെ ഭയങ്കര വിളവെടുക്കാൻ നേരത്തെ ഇച്ചിരി പാടും. എന്നാൽ പറിക്കും കേട്ടോ. നല്ല സ്ട്രോങ് ആയ മരങ്ങളൊക്കെ നമുക്ക് കയറി പോയി പറിച്ചെടുക്കാം. പക്ഷേ ഇതുപോലെ മുറുക്ക് പോലെ ആടുന്ന മരങ്ങളൊക്കെ വലിച്ചു കെട്ടി കയറി പറിക്കും. മുളക് പറിച്ചെടുക്കാതിരിക്കും. പക്ഷെ മുരിക്കൊക്കെ ആകുമ്പോഴത്തേനും ഒരു ആട്ടം ഉണ്ടാവും പൊക്കം കയറി കഴിയുമ്പോഴത്തേനും. അതാണ് ഇതിന്റെ അതൊരു പാട് വരുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നം. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് അങ്ങനെ കേടൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സംഭവം ഉണ്ട്. ആ ഭാഗത്ത് കുറെ പന്നിയുറ ഉണ്ട്. എനിക്ക് ആ കൊടിയുടെ കയറ്റം കണ്ടോ എന്നെ. ഇതാണ് നിൽക്കുന്നത് പന്നിയുറ. പന്നിയുറ നല്ല കൊടിയാണ്. പക്ഷെ അത് ഇതുപോലെ ഇത്രയും കേടി പോകുന്നില്ല. എത്രാം കൊല്ലം കൊടി ചെയ്യുന്നത്? ഈ കൊടി 4-5 വർഷമായിട്ടുണ്ട്. പന്നിയുറായതാ. കേടുകൊണ്ട് അതിനകത്തോട് ഇങ്ങനെ ഇത്ര ഈ കൊടി ഒരു പറമ്പിൽ തന്നെ ചെയ്താക്കാൻ മനസ്സിലാക്കണം. അതാണ് ഞാൻ വ്യത്യാസം പറഞ്ഞു. ഇത് ഞാൻ പന്നിയൂർ വണ്ടി നമ്മള് സെലക്റ്റീവായിട്ട് അവർ കണ്ടുപിടിച്ചേക്കുന്ന ഇനമാണല്ലോ. അതെ അതെ. നമ്മുടെ ഈ കുതിരവാലി എങ്ങനെയാ, നാടൻ കൊടിയാണോ എന്താ? ഇത് ശരിക്കും നാടൻ കൊടിയാണ്. നാടൻ കൊടി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആദിവാസി മേഖലയിൽ നിന്ന് വന്നതാണെന്നാണ് പറയപ്പെടുന്നത് എന്റെ അന്വേഷണത്തിൽ. അതാണ് ഇത് പ്രത്യേകിച്ച് ആരും കണ്ടുപിടിച്ചു പോകുന്നില്ല. ഇതൊക്കെ ദൈവമായിട്ട് കണ്ടുപിടിച്ച് എങ്ങനെയോ ആൾക്കാരുടെ കയ്യിൽ ഇത് എവിടെന്നോ കിട്ടി അവരൊക്കെ. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കൊണ്ടുവന്നപ്പോൾ ഇത് കുതിരവാലിയാന്നുള്ളത്. എത്ര കാലം മുമ്പ് അത് കിട്ടുന്നത്? എൻ്റെ 10-15 വർഷത്തോളം കിട്ടിയിട്ട്. അവിടെയൊക്കെ നമ്മൾ ആദ്യം കുറെ കൊടിയിട്ട് പിടിപ്പിച്ചായിരുന്നു. അത് കഴിച്ചായിട്ട് നമ്മളിങ്ങനെ വിശാലമാക്കിയത്. ഇപ്പം എനിക്ക് തന്നെ ഞങ്ങൾ ചേട്ടന്മാര് 5 പേരുണ്ട്. ഞങ്ങൾക്ക് 5 പേർക്ക് 10,000 കൊടിയെടുത്തോളം എല്ലാവരും കൂടെ ഉണ്ട്. കുതിരവാലി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തണ്ടയ്ക്ക് എടുത്തിട്ട് ഇപ്പം ഇതിന്റെ തലയൊക്കെ നമ്മൾ സൂക്ഷിക്കും. ഇങ്ങനെ വരുന്ന ഈ തലയെല്ലാം നമ്മൾ സൂക്ഷിച്ച് ഇത് പൊക്കി കെട്ടി നിർത്തിയിട്ട് ഈ തണ്ട് മുറിച്ച് നമ്മൾ തൈ ഉണ്ടാക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ചേട്ടന്മാരും ഞങ്ങളാരും ഉണ്ടാക്കുന്നത്. അവരാരും ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതുപോലെ നമുക്ക് ചെറിയ നഴ്സറിയൊക്കെ ഉണ്ട്. നഴ്സറി നമ്മൾ തൈകൾ ഉണ്ടാക്കി ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് തൈ കൊടുക്കാൻ ചെയ്യുന്നില്ല. ഇതിപ്പോ ചേട്ടനായിട്ട് ഇത് കണ്ടുപിടിച്ചൊരു ഇനമല്ല ഇത്. ഞാനായിട്ട് കണ്ടുപിടിച്ചതല്ല. ഇത് പ്രകൃതിയാലല്ലേ? പ്രകൃതിയാലുള്ളതാണ്. ഇപ്പൊ ഇതുണ്ടോ, ഇതിന്റെയൊക്കെ ഇത് കണ്ടോ, ഇതിന്റെ ഇപ്പൊ പരിപാടി ഒരു കടുക് പരുവം ആകുന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ തിരിയുടെ നീളം കണ്ടു. ഇപ്പൊ തന്നെ കണ്ടു. ഇത്ര നീളത്തിൽ വന്നില്ലേ? ഇത് കണ്ടോ, ഈ തിരിയെ കണ്ടോ? ഈ തിരിയപ്പം എന്ന് പറയുമ്പോൾ എന്റെ കൈയും കഴിഞ്ഞിട്ട് വെളിയിൽ വന്നില്ലേ? കണ്ടോ? അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് പറിക്കാനാണ് നമുക്ക് എളുപ്പം. ഇങ്ങനെ പിടിച്ച് ഇത് ഇനിയും നീളും. അത് വളർത്തിയൊന്നായിട്ടില്ല. ഇപ്പൊ കൊടി തിരിയാൻ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. ചേട്ടൻ ആദിവാസികളുടെ കയ്യിൽ നിന്ന് ഏത് ഭാഗത്ത്? ആദിവാസികൾ ഞാൻ ആദിവാസി ചെയ്ത് കൊണ്ടൊന്നല്ല. ആദിവാസികളാണെങ്കിൽ ഞാൻ എന്റെ അന്വേഷണത്തിൽ ഞാൻ മനസ്സിലാക്കി ഏത് ഭാഗത്ത് നിന്ന് കിട്ടിയെന്ന് അങ്ങനെ വല്ല അറിവ് വല്ലതും ഉണ്ടോന്നേ? ഇത് ശരിക്കും പറയുവാണെങ്കിൽ നമ്മുടെ മേലുകാവ് മറ്റോ
ആ ഭാഗത്തെങ്ങാണ്ട് ഉള്ളതായിരുന്നത്. അവിടെ ഉള്ള കൊടിയാണ്. നേരത്തെ മറ്റേ മലമ്പ്രദേശത്തെങ്ങാണ്ടാണ് ഈ കൊടി ആദ്യം ഞാൻ അന്വേഷിച്ച് എനിക്ക് അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഈ PDS ചോദിച്ചപ്പോൾ അവരെ എൻ്റെ അടുത്ത് അങ്ങനെയാണ്. ഇത് ഞാൻ ചോദിക്കുന്നത് ഇതുപോലെ കായ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ലോ റേഞ്ചിലും ഇതുപോലെ തന്നെ നല്ലൊരു കാ കിട്ടുമല്ലോ. പിന്നെ ലോറേഞ്ച് കഴിക്കാൻ ലോറേഞ്ചിലെ ഈ മേലുകാവെന്നൊക്കെ പറയണത് വലിയ ഇതില്ലല്ലോ. അതുപോലെ തന്നെ തൊടുപുഴ ഞാനിത് കൊണ്ടുവന്നേ. പിന്നെ ഞാൻ ഈ കൊടുത്തയിൽ ഇപ്പൊ പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ്, വയനാട് ഇവിടെ എല്ലാം നമ്മളൊരു 3-4 വർഷമായിട്ട് ഇപ്പൊ തൈ കൊടുക്കുന്നുണ്ടായിരുന്നു. അവിടെ നല്ല നല്ല റിപ്പോർട്ടർ ആൾക്കാരെ കൊടിയുടെ ഫോട്ടോ ഇട്ടാലും നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ആദ്യം കൊടുത്ത അവിടെയും കിട്ടുന്നുണ്ട്. എന്നെക്കാളും കാറ്റുണ്ട് പാലക്കാട് ഉള്ളി കാണിച്ചത്. അതുപോലെ നല്ല ഇന്നും പാലക്കാട് തൈ കയറി പോട്ടെ. ഇന്ന് 500 തീർത്ത് ഇന്ന് കയറി പോട്ടെ. നല്ല റിസൾട്ട് ഉള്ള തൈ എല്ലായിടത്തും ഇപ്പൊ തമിഴ്നാട് കൊടുക്കുന്നുണ്ട് നമ്മള്. അതുപോലെ തന്നെ കർണാടക കൊടുക്കുന്നുണ്ട്. പിന്നെ മംഗളൂര്, മംഗലാപുരം അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലായിടത്തും അവരെ തൈ കയറുന്നു, കൊടി കയറുന്നുണ്ട്. നല്ല നല്ല റിസൾട്ട്. ശരി. എന്നാ വിലക്കാണ് നമ്മൾ തൈ കൊടുക്കുന്നത് ഇവിടെ? ഞാൻ കൊടുക്കുന്ന കവർ തൈക്ക് 60 രൂപ. 60 രൂപയ്ക്ക് നമുക്ക് ഡെലിവറി ഉണ്ടോ അന്നേരം? ഇല്ലില്ല, ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നവർക്ക് മാത്രമേ തൈ കൊടുക്കാം. അല്ലാണ്ട് അങ്ങനെ കൊടുക്കാൻ നമുക്ക് ഇല്ല. കൊണ്ട് കൊടുക്കാനും തൈ അത്ര ഉണ്ടാക്കാൻ നമ്മൾ പറ്റുന്നില്ല. നമ്മുടെ വീട്ടിലപ്പോൾ വണ്ടിയായിട്ട് വരുന്നവർക്ക് നമ്മൾ കൊടുക്കും. ഇത് നമ്മൾ ഈ പുറത്ത് ഇപ്പം ഇതുപോലെ നല്ലപോലെ തന്നെ മണി കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ മണി നമുക്ക് ഇതിന് ഉള്ളിൽ അതേ കൊടിയ പ്രത്യേകത. ഇതിനകത്ത് ഈ കൊടി കാച്ചി കഴിയുമ്പോൾ ഈ മുളകൻ ഉള്ളിലേക്ക് പോകും. അപ്പം നമ്മൾ ഓർക്കത് വലിയ കാര്യയുടെ മുളയില്ല. പക്ഷെ ഇത് പറിക്കുമ്പോഴാണ് ഇത് മുളക് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടുന്നതിനേക്കാളും കൂടുതൽ മുളക് നമുക്ക് പറിക്കുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ വലിച്ചു പറിക്കാൻ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ പോലും ഇത് ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഞാൻ മുളക് പറിച്ചെടുക്കും. പെട്ടെന്ന് പറിച്ചെടുക്കാൻ എളുപ്പമുണ്ട്. പെട്ടെന്ന് പറിച്ചെടുക്കാൻ. ചേട്ടാ, നമുക്ക് ഇതിപ്പം ഉണക്കുവാശി എങ്ങനെയുണ്ട്? നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തോട്ടത്തിൽ നിന്നൊക്കെ നമുക്കൊരു 3 കിലോയ്ക്ക് 1 കിലോ വെച്ചുള്ള ഉണക്കുവാശി കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഉണക്കുരുമുളകല്ലേ ഏകദേശം 4 കിലോ എന്നോട് പറഞ്ഞല്ലേ? ഉണക്കൂർ പച്ച ഞാനങ്ങനെ മതിക്കാറില്ല. നമ്മള് ഒരു കൊടിയെന്ന് കിട്ടുന്ന ഒരു ഉണക്കക്കുരുമുളകിനെ കണക്കാൻ ഞാൻ പറഞ്ഞു 4 കിലോ ഈ കൊടി അതെല്ലാം കിട്ടണാണെങ്കിൽ. ഇതിന്റെ ഈ നമ്മൾ ആൾക്കാരൊക്കെ കൊടുക്കുന്ന കേറുതലയായിട്ടുള്ള തലയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ താഴെ കൂടെ നമ്മൾ ഇതിന്റെ തൈ ഉണ്ടാക്കാൻ ചെന്തലയാണ്. മണ്ണിക്കട പടർന്ന് വളർന്നു വരുന്നുണ്ടല്ലോ. ഇവിടെ നിന്ന് ഒരു തൈ മേടിച്ചുകൊണ്ട് പോയാൽ നമ്മളിതിപ്പോ എത്ര നാളുകൾക്കുള്ളിൽ നമുക്കതൊരു കായലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും? അത് നമ്മുടെ ശ്രദ്ധ പോലെ കൊടി ഉണർന്നിട്ട് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ പിന്നെ കാച്ചിൽ പറയാൻ പറ്റും. നല്ലൊരു നോക്കുവാണെങ്കിൽ അത് പിറ്റേ വർഷം മുതൽ ഞാൻ എൻ്റെ അടുത്തൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷമായിട്ട് കൊടിയിൽ പന്തിരിയിടുന്നത്. ഞാൻ 2 വർഷമാകുമ്പോൾ ആരും എന്നെ കാണിച്ചാൽ അത് തിരിയിടും. നമ്മളിതിപ്പം നമ്മൾ ആദ്യം നടാൻ നേരത്ത് നമുക്ക് എന്താ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ള എന്നാ വരുന്നത്? നടുമ്പോൾ ഒരു തൈ നടുമ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളെ ശ്രദ്ധിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പരിപാടി ഞാൻ വലിയ പണിക്ക് പോകുന്നില്ല. നമ്മളാദ്യം എന്തെങ്കിലും താങ്ങാലും എന്തെങ്കിലും നമ്മൾ നട്ടുപിടിപ്പിക്കുന്നു. അതിൻ്റെ ചുവട്ടിൽ നമ്മൾ തൈ വെച്ച് കൊടുക്കും. അത് വലിയ കുഴിയൊന്നും എടുക്കില്ല. നമ്മളൊരു തുമ്പ താത്തി ഒന്ന് കിളച്ചിളക്കും, ഒരു 2 അടി ചുറ്റളവിൽ. എന്നിട്ട് അതിനകത്ത് ഞാൻ അടിസ്ഥാന വളവും ഇടാറില്ല. നമ്മളൊരു കുരുമുളക് തൈ വെക്കുമ്പോൾ ചാണകപ്പൊടിയൊന്നും ഇട്ട് വെച്ചാൽ നല്ലതായിരിക്കും. ഞാനങ്ങനെ ചെയ്യാറില്ല. നമ്മൾ മണ്ണിലേക്ക് തന്നെ നമ്മൾ കവർ ചെയ്ത് തല മുറിച്ചിട്ട് തല അത് മുറിച്ചിട്ട് നമ്മൾ ഏകദേശം തൈ തളുത്ത് വയ്യ മരത്തെ കയറാൻ തുടങ്ങുമ്പോൾ മുതലാണ് പിന്നെ വളം ചെയ്യുന്നത് ചുവട്ടില്. അതുപോലെ കൊടി നമ്മൾ എപ്പോഴും ഇട്ടാലും അതിന്റെ ചുവട്ടില് ചുറ്റോട് ചുറ്റിട്ട് കരിയില വാരി മണ്ണ് തെറിക്കരുത്. മണ്ണ് തെറിക്കുമ്പോൾ തന്നെ ഫംഗസ് തുടങ്ങും. അപ്പൊ കൊടി നടുന്നോട്ട് നമ്മൾ ഉറപ്പായിട്ടും ചുറ്റും മണ്ണ് ഒരു എന്നെങ്കിലും മൾച്ചിങ് കിടണം. ഉറപ്പായിട്ട് കിടണം. അത് എവിടെ കൊണ്ടിട്ടാലും എന്നെ ഇട്ടാലും അങ്ങനെ നടുന്നതാണ് നല്ലത്. മണ്ണ് തെറിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. പിന്നെ പള്ളമുറയ്ക്കല, പിന്നെ അത് ചെയ്യുമ്പോൾ ഒരു വളമാണ്. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ കൂമ്പ് തെരുതരെ പുഴു കളയുന്നൊരു പരിപാടിയാണ്. ഈ കോടി കയറി വരുമ്പം ഓരോ കൂമ്പെടുത്ത് 2 ഇല വന്നു, ഒരു 3 ഇല വന്നു. അപ്പോഴത്തേക്ക് അതിൻ്റെ ഈ മണ്ട ചീഞ്ഞു പോയേട്ടൻ പറ്റും. അപ്പോൾ അവർക്ക് എന്താ കേടൊന്നും അല്ലത്. അത് ശരിക്കും നമ്മൾ ഒരു ചെറിയൊരു പ്രാണിയാണ്. അത് വന്ന് കുത്തിയിട്ട് മുട്ടയിട്ടിട്ട് അതിനകം അങ്ങോട്ട് പള്ളച്ചങ്ങ് പോകുന്ന കീടനാശിനി അടിക്കണം അങ്ങനെ വരുമ്പോൾ. അത് തൈക്കൊടി നമ്മൾ അടിക്കണമെന്നൊരു കാര്യമില്ല. ഒരു കൊടി ഒരാൾപ്പൊക്കം ആകുന്നിടം വരെ നമ്മൾ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഒരു സ്പ്രേ കാലത്തോ അല്ലെങ്കിൽ മാഷിൽ പോലെയുള്ള മരുന്നുകളോ. മാഷിലൊക്കെ നല്ലതാണ്. വീട്ടിൽ ഒഴിക്കാനും നല്ലതാണ്, അടിക്കാനും നല്ലതാണ്. ഇത് ഈ തൈ നമ്മൾ വെച്ച് കഴിഞ്ഞ് നമ്മളിത് ഒരു കൊല്ലം കഴിയുമ്പോൾ ഇറക്കി പതിക്കുന്ന പതിവുണ്ട്. കുതിരവാലിക്കേണ്ട ആവശ്യമില്ല. ഈ ഏതെങ്കിലും കൊടി ഇറക്കി ഒറ്റ കൊടി ഇറക്കി പതിച്ചിട്ടുള്ളല്ല. ഈ കൊടിയൊക്കെ കണ്ടോ? ഇപ്പൊ ഈ കൊടിയുടെ ഇതുക്കുള്ള കൊടിയുടെ അടിമുട്ടി കണ്ണി വേണ്ടല്ലോ. ഇത് ഇത്രയും കയറി കഴിയുമ്പോൾ ഒരു 1.5 അടി കയറി കഴിയുമ്പോൾ കണ്ണി കുത്താൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അവിടെ മുതലേ കണ്ടു. അത് കഴിയുമ്പോൾ തന്നെ വളർന്നു കണ്ടത് ഇങ്ങനെ തന്നെ വളർന്നായിട്ട് വരും. ഇത് ചില കൊടി കണ്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് കയറി കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പടന്നു പോകുന്നത്. ഇതിനങ്ങനെയല്ല. അങ്ങനെ ഒരു കൊടി ഇവിടെ ഇല്ലല്ലോ. ഇല്ല. ഈ കൊടി അങ്ങനെ ഒരു തോട്ടത്തിലും അങ്ങനെ ഇല്ല. കൊടി എല്ലാം ഇനി അങ്ങനെ എങ്ങാനും കാണുവാണെങ്കിൽ ആ കൂപം കുടിച്ച് കളഞ്ഞിട്ടാണ്.
രണ്ടര മൂന്നര പൊക്കത്ത് കൂമ്പ് ഞുള്ളി വിടും അങ്ങോട്ട് കളഞ്ഞ അപ്പോൾ അവിടെ പിന്നെ വീണ്ടും പൊട്ടി വരും. അപ്പോൾ ഒന്ന് ഒരു റെസ്റ്റ് ചെയ്തിട്ട് കയറി വരും. നമ്മളിവിടെയൊക്കെ ചില ഇതിങ്ങനെ ഒരു കൂമ്പാരം പോലെ നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇച്ചിരി പൊക്കി പൊക്കിയാണ് ഇത് നമ്മൾ ഇതാ കൊടിയിൽ ചൂട്ടി ഒരിക്കലും കൊടിയിൽ ചൂട്ടി വെള്ളം നിൽക്കരുത്. ഈ കൊടി ചൂട്ടി ഇപ്പോൾ നമുക്കിത് കാണാവുന്ന കൊടിയാണല്ലോ. ഇത് കൊടി നമ്മൾ ഇതാക്കുന്ന നിരപ്പ് സ്ഥലമാണെങ്കിൽ പോലും നമ്മൾ പൊക്കിയല്ല കൊടുത്തേക്കുന്നത്. ചെരുവാണെങ്കിൽ ചെരുവാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല, എന്നാലും നമ്മളിങ്ങനെ ഇത് ആ ചെരുവിലൊക്കെ ഇട്ടാക്കുന്നത് ഇങ്ങനെ ഒരു ചൂട് ശാല ഉയർന്നു നിൽക്കണം. വെള്ളക്കെട്ടുണ്ടാവരുത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കേസാണ്. പിന്നെ കണ്ടാലും കളയും പണിയൊന്നും ആവശ്യമില്ല. മണ്ണ് കൂട്ട് അങ്ങനത്തെ പണിയൊന്നും ഞാൻ ചെയ്യാറില്ല. ഇല്ല. തൂമ്പാപ്പണി അപ്പം ഇതിൻ്റെ ഇല്ല. ഇല്ല, കാര്യമായിട്ടൊന്നും ഇല്ല. കാര്യമായിട്ട് തൂമ്പാപ്പണി ഞാൻ കൊടി തട്ടാ പിന്നെ തൂമ്പായ്ക്ക് വല്ല പണി. ആദ്യത്തെ കൊല്ലമൊക്കെ നമ്മളെ വേനൽക്കാലം സംരക്ഷിക്കാൻ വേണ്ടി കള ചെത്തി ചുറ്റും കൂട്ടും. അപ്പം ഞാൻ ഈ തൈ നട്ട് ആ സമയത്ത് തന്നെയാണോ നമ്മൾ ഈ മണ്ണും കൂടെ അടുപ്പിച്ച് കയറ്റി വിടുവാണ് ചെയ്യുന്നത്? രണ്ടാം കൊല്ലം നമ്മൾ അത് ചെയ്തിരിക്കണം. രണ്ടാം വർഷം. ആദ്യത്തെ വർഷം ചെയ്യാൻ പറ്റില്ല. രണ്ടാം വർഷം ആകുമ്പോഴേക്കും കൊടി ഒന്ന് ആവും. ഒരാൾ പൊക്കം, ചുരുക്കി പറഞ്ഞ ആൾ പൊക്കം കഴിയുമ്പോൾ ഈ കൊടിയുടെ പണി തീർത്ത് നിർത്തണം. പിന്നെ കളയ്ക്കാനും പിടിക്കാനൊന്നും പോകരുത്. അപ്പോഴത്തേക്ക് നമ്മുടെ മണ്ണിന്റെ പണിയെല്ലാം കറക്റ്റാക്കി ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇഡ്ഡലി ഷേപ്പിൽ മണ്ണ് ചോട്ടി കാണണം ഒരാൾ പൊക്കാമത്തിനും. അത് കഴിഞ്ഞ് പിന്നെ തൂമ്പായും കൊണ്ട് അവളുടെ പണിയൊന്നുമില്ല. പിന്നെ ഈ മൾച്ചിങ് ഇതുപോലെ ചവറ് ഇതെല്ലാം വെട്ടി നമ്മൾ ചോട്ടിലിട്ടാൽ മതി. ഈ മുരിക്കിന്റെ ഒക്കെ ചവറ് നമ്മൾ ഒരു ഇതെല്ലാം ഇതൊക്കെ നന്നായിട്ട് വളം വലിക്കുന്ന മരങ്ങളാണ്. ഈ മരം ഇതുപോലെ ചവറ് നിൽക്കുന്ന ഒരു മരം വലിക്കുമല്ലോ, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് ഈ നമ്മൾ വേറൊരു ജൈവ കാലയിൽ കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വളം മുഴുവനും ഈ മുരിക്ക് വലിച്ചുകൊണ്ട് പോകും, കൊടിക്ക് രക്ഷപ്പെടും. അങ്ങനെ ഒത്തിരി പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ കൊടിത്തോട്ടം കിട്ടാൻ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? അങ്ങനെ അതിന് മാത്രം പോകുന്നില്ലെന്നുള്ളതല്ലേ? പക്ഷെ അതെനിക്കൊന്നും പറയാനില്ല. ആൾക്കാർ പോസ്റ്റേ ചെയ്യുന്നുണ്ട്, പൈപ്പേ ചെയ്യുന്നുണ്ട്, ഭയങ്കര ട്രെൻഡാ അതൊക്കെ. ഞാനിതിലൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഏതെങ്കിലും ജീവനുള്ള മരത്തിൽ ഇടുന്നു, അതിന്റെ കമ്പ് വരുമ്പം അത് വെട്ടി ചുവട്ടിലിടുന്നു, അത് വീണ്ടും വളമാക്കുന്നു, അത് വലിച്ചെടുക്കുന്നു. അപ്പൊ ഇതിനുള്ളതൊക്കെ ഇത് കിട്ടിക്കോളും. അങ്ങനെ പിന്നെ നമ്മൾ അത്യാവശ്യം വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇത് നമ്മൾ ഈ എരമ്പ് ഇറക്കുന്ന വർഷത്തിൽ എത്ര പ്രാവശ്യമായിട്ട് നമ്മൾ ഈ മുരിക്കല് 2 പ്രാവശ്യം ഇറക്കണം. ഇതൊക്കെ നമ്മൾ തോട്ടിക്ക് കളയാറുള്ളൂ. ആളൊന്നും കയറുന്നില്ല. തോട്ടിക്ക് വെട്ടി ചാടി കളയാറ്. വർഷത്തിൽ 2 പ്രാവശ്യം എരമ്പ് ഇറക്കണം. 2 പ്രാവശ്യം ഇറക്കണം. അതായത് നമ്മൾ മെയ് മാസത്തിൽ ഇപ്പൊ നമ്മൾ ഒന്നിറക്കി ഇപ്പൊ തളുത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പൊ തളുത്ത് വന്ന് ഇപ്പൊ നമ്മൾ ഇതെല്ലാം എറമ്പിറക്കാനൊക്കെ പോയാൽ മുളക് പോകും. കാരണം ഇത് തീരെ ക്ലിന്തായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് മുളക് പറിച്ചു കഴിഞ്ഞിട്ടാണ് ആദ്യമേ നമ്മൾ എരമ്പ് ഇറക്കുന്നത്. അത് ഏത് സമയത്താ? നമ്മൾ ഈ മുളക് പൊരി എല്ലാം കഴിഞ്ഞിട്ട് ഒരു പുതുമഴ പെയ്യുമ്പം ഇതിന്റെ എറമ്പിറക്കി കളയും. അപ്പോൾ കൊടി തിളക്കുന്നതിന് മുമ്പ് ചെയ്യണം. കൊടി തിളക്കുമ്പോൾ നമ്മൾ ചവറ് വെട്ടിയിട്ട് ചകട ഊർന്ന് വരുമ്പോൾ തിരിയെല്ലാം അടന്നു പോകും. അതിന് മുമ്പ് ഇതെല്ലാം ചെയ്ത് നിർത്തുക. ഇനിയിപ്പം ഇതൊന്നും ചെയ്യല. ഇനിയിപ്പോൾ ഈ മുളക് തിരി ധരിച്ചൊരു ഒരു കടുകുമണി പരുവ കഴിയുമ്പോൾ ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ 2 മാസം കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിപ്പും കൂടെ കുത്തിക്കളയും. അന്നേരം മുളക് പോയാല അന്നേരം മുളക് പിടിച്ചു. അത് ഞെടുപ്പിന് ബലമാവും. അല്ലെങ്കിൽ ഇത് അടന്നും ഒടിഞ്ഞു എല്ലാം നമുക്ക് ഭയങ്കര നഷ്ടം വരും. ഇതിന്റെ എങ്ങനെയാ മൂപ്പിന്റെ കാലാവധി എങ്ങനെയാ? ബാക്കിയുള്ള ഈ കൊടി ഈ മുളകൊക്കെ നമ്മൾ ജനുവരി പറിക്കും. ജനുവരി തന്നെ പറിക്കും. ജനുവരി 30 ആകുമ്പോഴേക്ക് മുളക് വരെയുണ്ടെന്ന് ആവും. ഇപ്പൊ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ എടുത്ത് കിട്ടും. ഒരുപോലെ തിരിയല്ല, ഒരുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ തിരിഞ്ഞു പറിക്കില്ല, അങ്ങനെ പരിപാടി ഒന്നുമില്ല. കുറച്ച് 10-20% മുളക് പഴുക്കുമ്പം 20% 10% നമുക്ക് അത്യാവശ്യം കൊടി കാണുമ്പോൾ ഇതെല്ലാം പറിച്ചെടുക്കാവുന്നുള്ളത്. പിന്നെ ഒരു പ്രാവശ്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് മേളിൽ കയറിയാൽ മേൽഭാഗത്തിൽ മുളക് ആദ്യം മൂക്കുള്ളൂ. അത് നല്ല വെയിറ്റുള്ള മുളകുകളും. നമ്മൾ കൂടുതൽ നഷ്ടപ്പെടാൻ ഒരു പറക്കിൽ പറിച്ചു വിട്ടാൽ നല്ലതാണ്. ടോപ്പിന്ന് നമുക്ക് ഈ 1 ഏക്കർ സ്ഥലത്തെ കുരുമുളക് പറിക്കാൻ എത്ര പേരുടെ സഹായം കൊണ്ട് നമുക്ക് ചേട്ടനിത് അങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും? അങ്ങനെ ഞാൻ പറയാൻ പറ്റത്തില്ല. എന്നാലും ഏകദേശം ഒരു കണക്കുണ്ടോ? ഒരു 1 ഏക്കർ സ്ഥലത്ത് പറിക്കാൻ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ അത് എന്തായാലെങ്കിലും ഇതിനകത്ത് പറിക്കാനൊരു 10-60 പേരുടെ പണിയെങ്കിലും വരുന്നുണ്ട്. 50 പേരെങ്കിലും വരുന്നുണ്ടാവും. ഒരു 45 വർഷമായിട്ട് കുരുമുളക് കൃഷിയുള്ള ആളാണ്. 45 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ആദ്യകാലം പോലെ ഞങ്ങൾ അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരും എല്ലാവരും ശരിക്കും കുരുമുളക് കൃഷിക്കാരുണ്ട്. അപ്പോൾ ഒരു 45 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അന്നൊക്കെ ഏതായാലും ചെയ്തോണ്ട് നമ്മള് കരിമുണ്ട, മലമുണ്ടി, അങ്ങനെ കുറെ കൊടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കരിമുണ്ടൊക്കെ ഒരു പ്രാവശ്യം വന്നിട്ട് ഒരു തോട്ടമൊക്കെ ചുമ്മാ നോക്കി നിൽക്കുമ്പോൾ തീർന്നു പോയില്ലേ. കേടാണോ? ദ്രതോട്ടം വന്നടിച്ചു. അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ദൈവാനുഗ്രഹം കൂടെ വേണം ഈ സാധനത്തിൽ. കുരുമുളക് കൃഷി പ്രത്യേകിച്ച് അങ്ങനെ തന്നെ വേണം. ഇപ്പൊ ഇത്രയും കാലമായിട്ട് ഇപ്പൊ നമുക്ക് ഇത്രയും കാലമായ കൊടിയല്ലേ, ഇതൊക്കെ നമുക്ക് വരുമാനം കിട്ടിയ കൊടികളാണ്. നമുക്ക് വരുമാനം കിട്ടാതെ പോകുന്ന തോട്ടമുണ്ട്. പണി ചെയ്ത് 4-ാം വർഷം 5-ാം വർഷം കുരുമുളക് പോകാന്ന് പറയുമ്പോൾ അവന്റെ ആത്മഹത്യയാണ് തുല്യമായിട്ട് വരുമോ? കാരണം അതുപോലെ പൈസ മുടക്കി കഷ്ടപ്പാടും കഴിയുമ്പോൾ സാധനം പോകും. ചേട്ടൻ ഇപ്പൊ 45 കൊല്ലമായാലോ കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇപ്പോൾ ഒരു ഏകദേശം ഒരു 750 രൂപ വില, 700 രൂപ വില നിൽപ്പുണ്ട്.
എങ്ങനെയുണ്ട് വരുന്ന കാലത്ത് കുരുമുളകിന്റെ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഇത് ഈ 700 രൂപ റൗണ്ടിൽ 690, 700, 710 ഇങ്ങനെ കയറി വരും മാർക്കറ്റ്. കയറി വന്നിട്ട് ഇതിങ്ങനെ കാണിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 4 വർഷത്തോളമായി. അങ്ങോട്ടും കയറുന്നില്ല, ഇങ്ങോട്ടും പോരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ശുഭലക്ഷണം കണക്കൂട്ടിയാൽ മതി. കാരണം ഇത് പൊളിയൊന്നുമില്ല, കേടുന്നില്ല. 700 രൂപ വില എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. 700 രൂപ വിലയുള്ളപ്പോൾ ഞാൻ ചോദിക്കുന്ന ചേട്ടന് നമുക്കൊരു ഏക്കർ ഒരു തോട്ടത്തിൽ നിന്ന് ഏകദേശം നമുക്ക് സാമാന്യമായിട്ട് എന്നാ ഒരു വരുമാനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുമോ? വരുമാനം ഞാൻ പറഞ്ഞു 700 ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു 500 കോടി കൂട്ടിക്കും. 500 കോടി ഇത്ര അടുപ്പിച്ച് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഒരു 500 കോടി എടുത്തിട്ടും വീഴും. 500 കോടി ഇടുവാണെങ്കിൽ നമ്മൾക്കൊരു 2000 കിലോ മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. അത് നമ്മൾ കൂട്ടണ്ട, നമ്മളൊരു 1500 ഒക്കെ കൂട്ടിയാൽ മതി. 1.5 ടൺ മുളക് 1.5 ടൺ മുളക് കിട്ടും. അങ്ങനെ കണക്കൂട്ടിയെടുത്താൽ. കാരണം ചിലപ്പോൾ ഇത് കുറെ ഈ മഴ കൂടുതലോ അങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ പൊഴിഞ്ഞൊക്കെ പോകാം, കുറെ തിരികളൊക്കെ ചിലപ്പോൾ ചാടിപ്പോകാം. അത് നമ്മളിങ്ങനെ പറയാണ്ട്. പിന്നെ കൊടിത്തോട്ടം ശ്രദ്ധിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും തന്നെ കൊടിത്തോട്ടത്തിൽ വരണം, തോട്ടം ശ്രദ്ധിക്കണം. അതെങ്ങനെയാ നമ്മൾ ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക്? കാരണം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇതിനകത്ത് ഇതുണ്ട്, പച്ചയില ഉണ്ട്, അവിടെ വീഴുന്നുണ്ടോ? പച്ചയില ഇത് ഈ വീണ് കിടക്കുന്ന പോലെയുള്ള പച്ചയില ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുണ്ട്. ഇതൊരു കുമിളിന്റെ ആക്രമണമാണ്. കുമിൾ രോഗമായത്. ഇതിന്റെ എല്ലായിടും അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ വന്ന് ഞാൻ എടുത്ത് നോക്കുക. ഞാൻ ഇവിടെ 3-4 ദിവസം വന്നിട്ട് അപ്പൊ കണ്ടോ ഇതിന്റെ എന്റെ ഇല കണ്ടോ ഇങ്ങനെ പോയിട്ട്. അതായത് ഇതിലൂടെ കറുത്ത പാടാണ്. കറുത്ത ഇത് പൊഴിഞ്ഞ് താഴെ. പക്ഷെ കണ്ട വേറെ കുഴപ്പമൊന്നുമില്ല. പച്ച ചിരിപ്പുണ്ട്. ഇതൊരു കുമിൾ രോഗമാണ്. അതിനെന്നെ നമ്മൾ മരുന്നടിക്കുന്നത്. നമ്മളിപ്പം ഞങ്ങൾ ഇതിനിപ്പോൾ ഒന്നുകൂടെ റിഡാമിലോ അല്ലെങ്കിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ ടാറ്റയുടെ മരുന്നോ അങ്ങനെ പെട്ടെന്ന് അടിക്കുവാണെങ്കിൽ ഇലക്കുള്ള കംപ്ലൈൻറ്റ് ആദ്യമേ അതിന് മരുന്ന് നമ്മൾ അടിക്കണം. അത് എത്ര പെട്ടെന്ന് ഇതിപ്പോൾ നാളെ തന്നെ ഞാൻ ചെയ്യും. കാരണം നമ്മളിപ്പോൾ അത് നമ്മൾ അതാ പറഞ്ഞ തോട്ടത്തിൽ നല്ല ഒരു കൃഷിക്കാരനാണെങ്കിൽ നമ്മൾ ആ പറമ്പിൽ എന്നും തന്നെ പോകും. നല്ല ശ്രദ്ധ വേണം നമുക്ക്. ഇതെന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമ്പോൾ ഒരു ഇല വീഴുന്നു അല്ലെങ്കിൽ ഒരു കണ്ണി വിടുന്നു ചെയ്യുന്നത് എന്നാന്ന് നമ്മളൊന്ന് ഒന്ന് നോക്കണം. അത്ര നല്ല ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ഒരു കൊടുത്തോട്ടം ഓടിച്ചോണ്ട് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ രോഗം കയറി മൂത്ത് പോയതിനു ശേഷം നമ്മൾ അറിയുള്ളൂ. അത്രയ്ക്കും ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. നമ്മള് ചുമ്മാ നോക്കിയാൽ മതി. നോക്കി കഴിയുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലായി. നമുക്ക് അറിയാം, അല്ലെങ്കിൽ അറിയാവുന്ന ആരോടും ചോദിച്ചിട്ടെങ്കിലും മനസ്സിലാക്കിയിട്ട് മരുന്ന് അപ്പം ചെയ്യാന്നുള്ള. ഇത് ഈ കൊടിക്ക് മാത്രം നമ്മളിങ്ങനെ ഒരു രോഗം വന്നിട്ട് വെച്ചോണ്ടിരിക്കരുത്. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ്ലി സാധനം പടർന്നു വിടും. കാരണം എനിക്ക് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ അതിന്റെ അനുഭവം എങ്ങനെയാ? നമ്മളിങ്ങനെ തോട്ടം ഇങ്ങനെ കണ്ടു, ഇങ്ങനെ അവിടെ കൊണ്ട് നമ്മളെ പൊട്ടം മണ്ണുകൊണ്ടൊക്കെ അങ്ങ് പോയി ഒന്ന് കണ്ടു നോക്കി. അപ്പൊ അതങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും നമ്മൾ അങ്ങനെ ഓർക്കുക. അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഓർക്കാതെ എന്നാന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ അതിന് എന്താ അറിയാവുന്ന ആരും ചോദിക്കാം. നമുക്ക് കുറെയൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ എനിക്ക് ഇന്ന ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ഇല പൊഴിഞ്ഞു പോകണേ പിന്നെ മരുന്നടിക്കണമെന്നുള്ള എനിക്കറിയാം. അത് ഞാൻ ഉടനെ ചെയ്യും. അങ്ങനെ ഒരു ഇതൊക്കെ വേണം. ശ്രദ്ധ കുറഞ്ഞു പോയാൽ ഇത് പോകാൻ സാധ്യതയുണ്ട്. അത് കുരുമുളക് കൃഷിക്ക് ഏറ്റവും പ്രധാനം അതാണ്. ശ്രദ്ധ കുറഞ്ഞ് നമ്മൾ രോഗം കൂടുതലാകുമ്പോൾ. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് വേറെ അനുഭവമാണല്ലോ നമ്മുടെ ഗുരു. തോട്ടം പോയെന്ന് ഞാൻ പറഞ്ഞില്ല, എന്റെ തോട്ടം അങ്ങനെ അടിച്ച് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ നോക്കുക. ഇതിപ്പം എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? ആൾക്കാർ എങ്ങനെ കുരുമുളക് കൃഷി കൂടുതലായിട്ട്? ഭയങ്കരമായിട്ട് ഞങ്ങൾ ഹൈ റേഞ്ച് പ്രദേശത്തൊക്കെ കുരുമുളക് കൃഷി വളരെ കുറഞ്ഞു. ഞങ്ങളുടെ മേലെ ഇവിടെയൊക്കെ എല്ലാം ഏലമാണ്. നാട്ടിൽ പ്രദേശത്തേക്കുള്ള ആൾക്കാരെല്ലാം റബ്ബറെല്ലാം വെട്ടിയിട്ട് ന്യായം കൊടിയിടും. കാരണം എൻ്റെ തൈ എടുക്കാൻ പറ്റും എനിക്കറിയാലോ. ഇഷ്ടം പോലെ ആൾക്കാർ കൊടിയിടുന്നുണ്ട്. നമുക്ക് എന്തോരം ആൾക്കാർ കൊടിയിടുന്ന അറിയാം. പക്ഷെ ഇതൊന്നും ഈ കൊടുത്തൈ കൊണ്ടുപോകണം അനുസരിച്ചാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ കൊടി മുളക് മാത്രം മതി നമ്മുടെ ലോകം മുഴുവനും ആ മുളക് കൊണ്ട് തേഞ്ഞേനെ. നമ്മളെ ഓണം വഴിക്ക് കൊടിയൊന്നും കാണുന്നില്ല. അപ്പൊ ആ നോട്ടത്തിന്റെ കുഴപ്പമുണ്ടോ അവിടെ? എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഇത്രയും മുളക് തൈ എത്ര നഴ്സറി നിങ്ങൾ തൈ കൊണ്ടുപോകുന്നു. ഇതിനുള്ള കൊടികളൊക്കെ എവിടെ നിൽക്കുന്നത്? ഇതെന്നാ ചെയ്യുന്നത്? അപ്പൊ ശ്രദ്ധക്കുറവുണ്ടോ ആൾക്കാർക്ക്? എന്താണ് ഇതിപ്പം ശരിക്കും നല്ല രീതിക്ക് ഒന്ന് പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കൃഷി തന്നെയാണല്ലേ? പഠിച്ചിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പഠിക്കാനൊന്നും ഇല്ല. പഠിക്കാനുണ്ട്, രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ത്രാണി വേണം. അതൊരു മെയിൻ കേസാണ്. പിന്നെ അത്യാവശ്യം അതിന്റെ വളങ്ങളും കാര്യങ്ങളും ഒത്തിരി ഒന്നും ഓവറായിട്ട് ചെയ്താലും നിൽക്കില്ല. ഒരു മീഡിയം നോട്ടം നോക്കുക. ഇങ്ങനെ കേടൊക്കെ വരുന്ന നമ്മൾ ഈ അടഞ്ഞു മൂടി കിടക്കുന്നവരൊക്കെ കേട് വരാൻ സാധ്യത കൂടുതലുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഇച്ചിരി അകത്തിയിട്ടാ നല്ല ഇപ്പൊ ഇല ഒഴിക്കാനുള്ള കാരണം ഈ കൊടിത്തോട്ടം ഇച്ചിരി അടുപ്പായിട്ടാ. അതുകൊണ്ട് നമ്മൾ അതുപോലെ മരുന്നടിക്കുന്നത്. ഇച്ചിരി പ്രകാശം വെട്ടം കയറുന്നതാണെങ്കിൽ ഒരു ഇത്രയും പ്രശ്നങ്ങൾ വരികയില്ല. ഇത് ഇത്രയും അടുത്ത് നിന്ന കൊടി പോലും ഞാൻ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നതിന്റെ എൻ്റെ ഒരു ഞാൻ എൻ്റെ ശ്രദ്ധയിലാണ് ഞാൻ കണക്കൂട്ടുന്നത്. അതെ, അത് കാരണം ഇത്രയും അടുത്ത് നിന്നിട്ട് ഇത്തരമൊക്കെ നല്ല തിക്കായിട്ട് തന്നെ നല്ല രീതിക്ക് മുളക് പിടിക്കുന്നുണ്ട്. മുളക് നന്നായിട്ട് പിടിച്ചോളൂ. അതൊന്നും അത് കുതിരവാലിൽ വൃത്തിയായി ഷെയ്ഡിലും കായ്ക്കും എന്നുള്ളതിന്റെ ഒരു തെളിവാണിത്. ഇപ്പൊ ഇത് ജാതിയുടെ അടിയിലായി. ജാതിയുടെ അടിയിലാണ് നിൽക്കുന്നത്. ജാതിയുടെ അടിയിലേ കൊടി തിരിയില്ലേ? തിരിയുണ്ട്. നല്ല രീതിക്ക് ഇത് ജാതി ഇതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജാതിയുടെ അടിയിലേക്കാണ് ഈ കൊടി നിൽക്കുന്നത്. ഇതും അതെ, ഇതൊക്കെ അതല്ലോ. ജാതി കമ്പ് കയറി മൂടി കിടക്കുക.
എന്നിട്ട് ന്യായമായിട്ടുള്ള തിരി കിട്ടുന്നുണ്ട്. അത് ഈ കുതിരവാലി പ്രത്യേകതയാണ്. ചേട്ടാ ഇത് നമുക്കിത് ഏതാ നമ്മുടെ കുതിരവാലി തന്നെയാണ്? ഇത് കുതിരവാലി തന്നെയാണ്. ഇതൊരു 2 വർഷമായ തയ്യാ. 2 വർഷം ആകണമെങ്കിൽ 1 മാസം കഴിയണം. 2 വർഷം ആവുന്ന മുമ്പ് ഇതിപ്പം നമുക്കൊരു 10 അടിക്ക് മണ്ടയ്ക്ക് 10 അല്ലല്ലോ, 10 അടി കൂട്ടിക്കും. കാരണം എനിക്ക് തന്നെയുണ്ട് 5.25 അടി 6 അടി പൊക്കം. അത്രയും പൊക്കത്ത് വരെ ഇത് പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ കണ്ണി കുത്തുന്നുണ്ട്, കണ്ണി ചവിട്ടി തന്നെ അടിക്കുന്നുണ്ട്. കണ്ണി ചവിട്ടി ചവിട്ടി തന്നെ അടിക്കും. ഇതിപ്പോ എത്ര കോടി നമ്മൾ കയറ്റി വിട്ടേക്കുന്നത്? ഇതല്ലേ നമ്മൾ 2 കോടി കയറ്റി 2 കോടി കയറ്റി വിടും. നമ്മൾ ഒരു താങ്ങുമരത്തെ നമ്മൾ ശരാശരി എത്ര കോടി കയറ്റി വേണം അതിന്റെ ഒരു കണക്കിൽ? അതെ, ഒരു താങ്ങുമരത്തിൽ 1 കോടി കയറ്റി വിട്ടാലും മതി. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതിപ്പോ 1 കൊടിയാൻ തല കയറ്റി വിട്ടേക്കുന്ന. ഇത് ആൾക്കാർ പറയും അതൊരു പ്രധാന പോയിന്റാണ്. ഞാൻ പറഞ്ഞു ഈ സംഭവം ഈ ഇതിൽ വരുന്ന ചെന്തലയാണ് ഈ വരുന്നത്, ഇങ്ങനെ വളഞ്ഞു വന്നേക്കണം. ഇത് ഞാൻ മണ്ണി മുട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതേ കയറ്റിയിട്ട് ഇങ്ങനെ വിട്ടേക്കുവാണ്. ആ കൊടി കയറ്റിയിട്ടാണ് ഇത് കണ്ടോ, കണ്ണി കുത്തിയേക്കണം. കണ്ടോ, ഇത് ആ ഒരു കൊടി തന്നെയാണ്. ഇത് കണ്ടോ, കണ്ടോ, ആ വള്ളി തന്നെയാണ്. അതുപോലെ 4 വള്ളിയും കൂടെ നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട്. അതല്ല ഈ കണ്ണി കുത്തിയേക്കണേ. ഈ കയറി വരുന്ന അതും ഈ ചെന്തല കയറ്റിയ കായ്ക്കൽ എന്ന് പറഞ്ഞ ഒരു തെളിവാണ്. ഇതുകൊണ്ട് ഈ ചെന്തല കയറി ചൂട് മുതൽ കണ്ണി കുത്തിയേക്കുന്ന ഭാഗമാണ്. ഈ കുതിരവാലിക്ക് മാത്രം ഉള്ളോ എന്ന് എനിക്കറിയത്തില്ല. സംഭവം എന്നാണെങ്കിലും ഈ കയറിയ ചെന്തല മുഴുവനും കണ്ണി കുത്തിയിട്ടുണ്ട്. കണ്ണി കുത്തി കായ്ക്കുന്നുണ്ട്. അപ്പൊ കൊടി പട്ടാരമായിട്ട് നിറച്ച് കയറും. ഒരു വള്ളി കയറ്റി വിട്ടാലും ഇതുപോലെ നമുക്ക് എത്ര വള്ളി കയറ്റി വിടാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഈ ചെന്തല കയറ്റി വിടുമ്പോ അത് പറമ്പ് നിറച്ച് പോകാൻ നോക്കരുത്. ഒരു 10 ഇല വരുമ്പം, വള്ളിക്ക് ഒരു 10 ഇല വരുമ്പം ആ വള്ളി അത് കയറ്റി വിടും. അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഇതിന്റെ ഐഡിയ. അന്നേരം അട്ടക്കാർ പെട്ടെന്ന് പിടിച്ച് കയറി പോകും. 10 ഇല വരുമ്പോൾ നമ്മൾ കയറ്റിക്കണം. 10 ഇലയ്ക്ക് 4 ഇലയ്ക്ക് 5 ഇലയ്ക്കും പിടിച്ചാൽ ചോട്ട് ചൊടിഞ്ഞു പോകും. എത്രയും പെട്ടെന്ന് നമ്മളത് ഒട്ടിക്കാൻ പറ്റുവാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ണി കുത്തിക്കും. നമുക്ക് രോഗമാണ് ചേട്ടാ ഇത് വരുന്നത്? ഇതൊരു രോഗമല്ല, ഇതിന്റെ ഒരു മൂത്ത ഇലയുടെ ഒരു ഭാഗമാണ്. ഇത് രോഗമല്ല. രോഗം ഇങ്ങനെ ഒരു രോഗം കാണാറുണ്ട് ചില ഇലയില്. ഇതിനൊന്നും ഇല്ല രോഗമില്ല. പതി പ്രായം മുളക് കിടക്കുന്നുണ്ടോ മേളില്? ഉണ്ട്. അപ്പൊ അത് പല മൂപ്പ് കിടപ്പുണ്ട്. അതല്ല, ഇത് ചെറുകൊടിക്ക് അങ്ങനെ ഒരു വിഷയം വരും. ആദ്യം 2-3 സെറ്റായിട്ട് ആദ്യം വേനക്ക് തന്നെ കുറെ മുള ഒട്ടായിരുന്നു. അത് ചെറുകൊടിയായിട്ടാ. പ്രായമായി കഴിഞ്ഞപ്പോ ദേ കൊടി കണ്ടോ, അതൊന്നും ഇല്ലല്ലോ. ഇല്ല, അത് പ്രായമുള്ള കൊടികളാണ്. കയറ്റം കുറവായോണ്ട് അങ്ങനെ നിൽക്കുന്നു. കയറ്റം കുറവല്ല, അതിന്റെ കാല് പോയിട്ട് വേറെ കാലിൽ തേച്ചേക്കണം. അത് മുരിക്കാലായിരുന്നു, ഇപ്പൊ ചീമക്കൊന്നലായി മാറ്റി. പുതിയതായിട്ട് കുരുമുളക് കൃഷിയിലേക്ക് ഇറങ്ങി വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വളരെ ജാഗ്രതയായിട്ട് ശ്രദ്ധയോടും ചെയ്യേണ്ട ഒരു കൃഷിയാണ് കുരുമുളക് കൃഷി. നമ്മളെപ്പോഴും തന്നെ അതിൻ്റെ കൊടിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, ഇല പൊഴിയുന്നുണ്ടോ, കണ്ണി അടരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ എങ്ങനെയും കാണിച്ച് കൊടി വളർത്താമെന്ന് വെച്ചാൽ കൊടി വളരുമായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലത്തേക്ക്. പിന്നെ നല്ല വെറൈറ്റികൾ കണ്ടുപിടിക്കുക. നമ്മുടെ ഭൂപ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഏത് കൊടിയാണോ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ അത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക.